ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിയും ദേവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്ത് ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ അത് സച്ചിയേട്ടൻ എന്താ വിളിച്ചത്, മഹേഷ് അല്ലേ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ അല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ പറയാണ്. ഇതേ സമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം മഹേഷ് പറയുന്നുണ്ട് ഫോൺ എടുത്തില്ലല്ലോ അവള് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ബൈജുവിനോട് സച്ചി പറയുന്നുണ്ട് നേരെ വിടാ, നേരെ വിട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബൈജു പറയും നേരെ തന്നെയല്ലേ പോകുന്നത്, നിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്ന് പറയാണ്. നീ നേരെ വിട്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് എവിടേക്കേടാ നേരെ വിടാൻ പറയുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നേരെ വിട്, എന്നിട്ട് യു ടേൺ എടുക്കുക എന്ന് പറയുകയാണേ. എടാ വൺ വേയിൽ എങ്ങനെയാടാ യു ടേൺ എടുക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറയാടാ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പിന്നെ മഹേഷിനെ കൊണ്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മഹേഷിൻ്റെ നമ്പർ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മഹേഷ് പറയില്ലടാ എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ബൈജുവിനോട് പറയുന്നുണ്ട് എടാ യു ടേൺ എടുത്ത് പോടാ, പാലത്തിൻ്റെ അടിയിൽ കൂടെ യു ടേൺ എടുത്ത് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് അകത്തേക്ക് അതെല്ലാം കൂടിയിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചി തന്നെയാണ് ഈ വിളിപ്പിച്ചുകൊണ്ടിരിക്കണേന്നുള്ളത്. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ ഓഫായിരിക്കുകയാണ്. എന്നിട്ട് ആ അമ്പലത്തിൻ്റെ അവിടെ ഇല്ലേ, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ വളയാനൊക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യ വീട് ഈ ഭാഗത്ത് എവിടെയോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ അതെ അവിടേക്ക് തന്നെയാണ് പോകുന്നത്. രേവതിയുടെ അടുത്തേക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ രേവതിയുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മഹേഷ് പറഞ്ഞു രേവതിയുടെ അടുത്തേക്ക് പോകുമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ചെന്ന് നിർത്തുകയാണ് കേട്ടോ രേവതിയുടെ വീടിൻ്റെ മുന്നിൽ. എന്നിട്ട് സച്ചി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് മഹേഷിനോട് പറയടാ നീ രേവതിയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയാം കേട്ടോ. അപ്പം മഹേഷ് പറഞ്ഞു ഞാനോ, നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് എന്തിനാടാ ഞാൻ പോകുന്നത്, ഞാൻ ഓഫാണ് എന്ന് പറയട്ടോ. അപ്പോൾ സച്ചി പറയും എന്നാലും എൻ്റെ അത്ര കുടിച്ചിട്ടില്ല നീ, എന്നേക്കാളും കുറച്ച് കുറവേ നീ കുടിച്ചിട്ടുള്ളൂ, നീ പോയിട്ടേ അവിടെ ചെന്നിട്ട് അവരോട് പറയും രേവതി അവിടെ ഉണ്ടോ നോക്ക്, നീ ചെന്ന് കോണിമ്പെല്ലടിക്കുമ്പോൾ അവിടെ രേവതി വന്ന് വാതിൽ തുറക്കും. അപ്പോൾ രേവതിനോട് പറയണം സച്ചിനെ കാണാനില്ല എന്ന് വന്നിട്ട് അങ്ങനെ സംസാരിച്ച് പോയതിന് ശേഷം സച്ചിനെ കാണാതായി എന്നൊക്കെ പറയണമെന്ന് പറയും കേട്ടോ. എന്നെ കാണാതായി എന്ന് പറയണമെന്ന് പറയട്ടെ. ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ കാണാതായി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ, ഞാനല്ലേ ഈ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മഹേഷ്. അപ്പോൾ പറഞ്ഞെടാ നിന്നെ കാണാതായി എന്നല്ല, നീ പോയിട്ട് എന്നെ കാണാനില്ല എന്ന് പറയും എന്നൊക്കെ പറയും കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെ പ്രകടനം കണ്ടിട്ട് ബൈജുവിനാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹേഷ് പറയും ശരി ഞാൻ എന്നാൽ പോയിട്ട് നിന്നെ കാണാനില്ല എന്ന് പറയാമല്ലേ, പറയണം. അപ്പോൾ അവൾ കരയും, എന്നിട്ട് അവൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കും, അപ്പം ഞാൻ സംസാരിച്ചോളാം എന്ന് സച്ചി പറയും കേട്ടോ. എന്നിട്ട് ആരോ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അമ്മ വാതിൽ തുറക്കാൻ പോകുമ്പോൾ ശരത്ത് പറയും വേണ്ട അമ്മേ ഞാൻ വാതിൽ തുറക്കാമെന്ന് പറഞ്ഞിട്ട് ശരത്ത് ചെന്ന് വാതിൽ തുറക്കാൻ കേട്ടോ. അപ്പോൾ ശരത്ത് അയാളോട് ചോദിക്കുകയാണ് ആരാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സച്ചിയുടെ കൂട്ടുകാരനാണ് മഹേഷ് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും രേവതി അമ്മയും ദേവും ഒക്കെ വരികയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നതിന് ശേഷം എന്താ ചേട്ടാ എന്ന് മഹേഷിനോട് രേവതി ചോദിക്കുകയാണ്. അത് പിന്നെ രേവതി എന്നൊക്കെ പറയാൻ കേട്ടോ. എന്താ കാര്യം പറയും ചേട്ടാ എന്ന് പറയാം. അത് പിന്നെ കരയാണ് കേട്ടോ മഹേഷിൻ്റെ അവർക്ക്. അതെ സച്ചിയെ കാണാനില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ കാണാനില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പേടിക്കും. അപ്പോൾ രേവതി പറയാണ് അതെ സച്ചിയേട്ടൻ ഇവിടെയുണ്ട്. ഇവിടെ ഉണ്ടാവും എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെയുണ്ട് സച്ചിയേട്ടൻ ഇവിടെയുണ്ട്. അതെ സച്ചിയേട്ടൻ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചു, എന്നിട്ട് കിടന്നുറങ്ങാണ്. അവൻ ഇവിടെ ഉണ്ടാ, അപ്പോൾ അവൻ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ നിൽക്കാനിട്ടുണ്ട്. പിന്നെ പറഞ്ഞാണ് അതേ മഹേഷേട്ടനെ കുറിച്ചും പറഞ്ഞിരുന്നു ആ വൃത്തികെട്ടവൻ ഇവിടേക്ക് വരും, ആ വൃത്തികെട്ടവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് കുടിപ്പിക്കും, അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. ആണോ അവൻ അങ്ങനെ പറഞ്ഞല്ലേ, അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ശരിയെന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകാൻ റെഡിയാവും കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയെന്നല്ല സോറി രേവതി മോളെ എന്തീ പറയുന്നതെന്നൊക്കെ ചോദിക്കാം. അമ്മ മിണ്ടാതിരിക്കുക അമ്മേ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാൻ കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കനെ പോവുകയാണ് കേട്ടോ. വഴി കൂടെയുള്ള മരത്തിനോടും ഒക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ മഹേഷ് അവിടെ നിന്ന് പോകുന്നത്. മരമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആടിയിട്ട് അവിടെ നിന്ന് പോകും. മോളെ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അമ്മേ സച്ചിയേട്ടൻ തന്നെയാണ് ആളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്, സച്ചിയേട്ടൻ നേരത്തെ ഇയാളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിരുന്നു, അപ്പോൾ ഞാൻ സംസാരിച്ചില്ല അതുകൊണ്ടാണ്. അപ്പം മോൾക്ക് സംസാരിക്കായിരുന്നില്ലേ എന്ന് പറയാണ് കേട്ടോ. ഇയാളെ കണ്ടില്ലേ അമ്മ, അതിനേക്കാളും ഓഫായിട്ടായിരിക്കും ഇപ്പോൾ സച്ചിയേട്ടൻ്റെ അവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, അമ്മ ടെൻഷൻ അടിക്കാതിരിക്കും.
അമ്മ പോയിട്ട് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാൻ സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പോകുമ്പോൾ രേവതി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ വീണ്ടും. ഈ സമയത്ത് മഹേഷ് സച്ചിയുടെ അടുത്ത് ചെന്ന് പറയുന്നു, എടാ സച്ചി എന്ന് പറയട്ടെ, എന്തായി ഈ രേവതിൻ്റെ രേവതി ഉണ്ട്, രേവതി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ സച്ചിക്ക് ആശ്വാസം ഔട്ടാ. എന്നിട്ട് നീ പറഞ്ഞു എന്നെ കാണാനില്ല എന്ന് പറയണേ. പറഞ്ഞു നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കരഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ? അവൾ കരഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് രേവതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി വന്നിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് എത്തിച്ച് നോക്കുന്നുണ്ട്. അപ്പം മഹേഷ് പറയണം, അവൾ കരഞ്ഞൊന്നുമില്ല, നിന്നേക്കാളും വിളഞ്ഞ വിത്താടാ നിൻ്റെ ഭാര്യ, നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേ അവൾ എന്നോട് പറയാണ് നീ അവിടെ ഉണ്ടെന്ന്, അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. അതെ അങ്ങനെ പറഞ്ഞവള്. എന്നാൽ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറാണ് കേട്ടോ. അങ്ങനെ കാറിലേക്ക് കയറുന്നത് പോകുന്നതൊക്കെ രേവതി നോക്കി നിൽക്കുന്നുണ്ട്. ഇതേ സമയം രവിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സച്ചിനെ കാണാതെ. അപ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ രവിയേട്ടാന്ന് പറയുമ്പോൾ സച്ചിനെ കാണുന്നില്ലല്ലോ, സച്ചി ചിലപ്പോൾ രേവതിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടാവല്ലേ, അതുകൊണ്ടായിരിക്കും വൈകുന്നതെന്ന് പറയുന്നത്. അവൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, അവളെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, അവനൊന്നും എന്തായാലും അവളെ കൊണ്ടുവരാൻ പോകുന്നില്ല. രവിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് വീണ്ടും സച്ചി രേവതിനെ കൊണ്ടുവരാൻ തന്നെ പോയിട്ടുണ്ടാവും എന്നൊക്കെ രവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളെ സുധി വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് സച്ചിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. ഈ സമയത്താണ് സച്ചിയുടെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഉടനെ തന്നെ സച്ചി വാതിലിൻ്റെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വേറെ നിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അച്ഛനെ കണ്ടോടുകൂടിയിട്ട് സച്ചി വാതിലിൻ്റെ അവിടേക്ക് ഒന്ന് അങ്ങ് മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാണ് സച്ചി നല്ല ഓഫായിട്ട് പൂസായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. സച്ചി ഇങ്ങനെ പതുക്കനെ ആടാതെ പരമാവധി ആടാതെ ശ്രമിച്ചിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി സച്ചി നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ വീഴാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പിടിച്ചിട്ട് പറഞ്ഞു, നീ പോയി കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി, നീ എന്താ നിന്ന് ആടുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലായില്ലേ, വെള്ളത്തിലിട്ട ബോട്ട് പോലെ കിടന്ന് ആടുന്നു കണ്ടില്ലേ, അത്രയും ഫിറ്റായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. മോനെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കുടിക്കരുത് എന്നൊക്കെ പറയണം. അച്ഛാ എനിക്ക് അച്ഛനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, മനസ്സ് വിങ്ങുന്ന അച്ഛാ, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പാവം അച്ഛൻ ഇന്ന് സ്റ്റേഷനിൽ കിടന്നില്ലേ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, താങ്ങാനാവുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര വീണ്ടും ദേഷ്യത്തിൽ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. മോൻ രേവതിനെ കൊണ്ടുവരാൻ പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്രീനെ ഞാൻ കണ്ടു, അവനിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ല അടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, നീ എന്തിനാ അവനെ അടിച്ചത്, നിൻ്റെ ഭാര്യയല്ലേ തെറ്റ് ചെയ്തത്, അവളല്ലേ അടിക്കേണ്ടതെന്നൊക്കെ പറയാൻ കേട്ടോ. അച്ഛാ എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ, അവൻ നമ്മളെ ചതിച്ചു, ശ്രീകാന്ത് നമ്മളെ ചതിച്ചു, മാത്രമല്ല രേവതി നമ്മളെ ചതിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ കരുതിയത് രേവതി ഒരു പാവമായിരിക്കുന്നതാണെന്ന്, അവള് പാവോ, അവള് വിളഞ്ഞ വിത്താ, അവൾക്ക് ക്രിമിനൽ ബുദ്ധിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര വഴക്ക് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.